ശുക്രനധിപനായ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന പൂരം നക്ഷത്രക്കാർ സൗന്ദര്യബോധമുള്ളവരും കലാപരമായ കഴിവുകളുള്ളവരും രാജകീയ പ്രൗഢി ഇഷ്ടപ്പെടുന്നവരുമാണ്. 2025 ഡിസംബർ മാസം നിങ്ങൾക്കൊരു വർഷത്തെ അധ്വാനത്തിന്റെ ബലം വിലയിരുത്താനും വരാനിരിക്കുന്ന 2026 വർഷത്തിലേക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സമയമാണ്. ഡിസംബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് മാനസികമായ സംഘർഷങ്ങൾക്കിടയിലും വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്ന സമയമാണ്. 11ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും സുഹൃത്തുക്കളുടെ സഹായവും ആഗ്രഹ സാഫല്യവും നൽകുമ്പോൾ 8ാം ഭാവത്തിലെ ശനി ചില തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ ഭയവും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സാമൂഹിക ജീവിതത്തിൽ തിളങ്ങാനും സാധിക്കും. എന്നാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ ഡിസംബർ മാസം നിങ്ങൾക്ക് സുവർണാവസരങ്ങൾ നൽകും. തൊഴിൽ മേഖലയിൽ പൂരം നക്ഷത്രക്കാർക്ക് 2025 ഡിസംബർ മാസം തികച്ചും നിർണായകമാണ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ചില അസ്വാരസ്യങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മറ്റുള്ളവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യസമയത്ത് പിഴവുകൾ കൂടാതെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം. വ്യാഴത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആശ്വാസകരമാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാനും അവസാനം വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഡിസംബർ പകുതിക്ക് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇത് വികസനത്തിന്റെ മാസമാണ്. പുതിയ പങ്കാളികളെ ലഭിക്കാനും വിദേശത്ത് നിന്നുള്ള ഓർഡറുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് പണം ഏൽപ്പിക്കരുത്. നിയമപരമായ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ടെക്സ്റ്റൈൽസ്, ഫാഷൻ, ആഭരണം, ആഡംബര വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ മാസം മികച്ച വിറ്റുവരവ് പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഡിസംബർ മാസം വളരെ നല്ലതാണ്. നിങ്ങളുടെ സർഗാത്മകത അംഗീകരിക്കപ്പെടും. പുതിയ അവസരങ്ങൾ തേടിയെത്തും. സോഷ്യൽ മീഡിയ വഴി വരുമാനം ഉണ്ടാക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സാമ്പത്തികമായി നോക്കിയാൽ 2025 ഡിസംബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് വരവും ചെലവും ഒരുപോലെ വർദ്ധിക്കുന്ന മാസമാണ്. ജോലിക്കാർക്ക് ബോണസോ ഇൻസെന്റീവുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ മാസം കൈവരും. ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭത്തിന് ചെറിയ സാധ്യതയുണ്ട്. ശനിയുടെ സ്വാധീനം അപ്രതീക്ഷിത ചെലവുകൾ വരുത്താം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ, ഗൃഹോപകരണങ്ങളുടെ കേടുപാടുകൾ എന്നിവയ്ക്ക് പണം ചെലവഴിക്കേണ്ടി വരാം. ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി ആശുപത്രി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. പുതിയ വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കും. എന്നാൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി കടം വാങ്ങുന്നത് ഒഴിവാക്കുക. ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും പണം നിക്ഷേപിക്കുന്നവർ വിദഗ്ധ ഉപദേശം തേടുന്നത് നന്നാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഡിസംബർ അവസാന വാരം അനുകൂലമാണ്. ഈ മാസം ആർക്കും ജാമ്യം നിൽക്കരുത്. പണം കടം കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കാരണം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസമെടുക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാരായ നിങ്ങൾക്ക് സ്വാഭാവികമായും അല്പം അധികാരം കാണിക്കുന്ന പ്രകൃതമുണ്ട്. ഇത് പങ്കാളിയിൽ മുഷിപ്പുണ്ടാക്കും. പങ്കാളിയുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ ജാഗ്രത വേണം. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. കുടുംബത്തിലെ സ്വത്ത് തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. എന്നാൽ പക്ഷപാതമില്ലാതെ പെരുമാറാൻ ശ്രദ്ധിക്കണം. അവിവാഹിതരായ പൂരം നക്ഷത്രക്കാർക്ക് പ്രണയം പൂവണിയാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് മനസ്സ് തുറക്കാൻ ഡിസംബർ മധ്യം ഉത്തമമാണ്. എന്നാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അതിനാൽ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിയുടെ പശ്ചാത്തലം നന്നായി അന്വേഷിക്കുക. കുട്ടികളുടെ പഠനകാര്യത്തിലോ അവരുടെ ഭാവിയെക്കുറിച്ചോ ഓർത്ത് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകാം. എന്നാൽ മാസാവസാനത്തോടെ കുട്ടികളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ പൂരം നക്ഷത്രക്കാർ 2025 ഡിസംബറിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, സന്ധിവേദന, നടുവേദന എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. അമിതഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. ആഹാരത്തിൽ എണ്ണയും കൊഴുപ്പും കുറയ്ക്കുക. അകാരണമായ ഭയം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടാം. ജോലിയിലെ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. വർഷാവസാനമായതിനാൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മദ്യപാനവും അമിത ഭക്ഷണവും ഒഴിവാക്കുന്നത് ആരോഗ്യത്തിനും ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇത് കഠിനാധ്വാനം ചെയ്യേണ്ട മാസമാണ്. പഠനത്തിൽ ഏകാഗ്രത കുറവ് അനുഭവപ്പെടാം. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവ പഠനത്തെ ബാധിക്കാതെ നോക്കണം.
മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനമായ പ്രയത്നം ആവശ്യമാണ്. എങ്കിലും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് അവസാന നിമിഷം ഭാഗ്യം തുണയ്ക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വിസയോ അഡ്മിഷനോ ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അംഗീകാരം നേടാൻ സാധിക്കും. 2025 ഡിസംബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയമായി ഉണർവ് നൽകുന്ന സമയമാണ്. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ വ്രതമെടുക്കാനും ക്ഷേത്ര ദർശനം നടത്താനും സാധിക്കും. അയ്യപ്പ ഭജനം മനഃശാന്തി നൽകും. പൂരം നക്ഷത്രത്തിന്റെ ദേവതയായ ആര്യമാവ് അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഡിസംബർ മാസം തിരക്കേറിയതായിരിക്കും. വീട് മൂടി പിടിപ്പിക്കാനും അതിഥികളെ സൽക്കരിക്കാനും കൂടുതൽ സമയം കണ്ടെത്തും. ഭർത്താവുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. ഓഫീസ് രാഷ്ട്രീയത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ത്രീജന്യ രോഗങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക. സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രങ്ങളോ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഡിസംബർ 20, 21, 29, 30 തുടങ്ങിയ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാം. ഡിസംബർ 16, 17, 25, 26 തീയതികളിൽ ചന്ദ്രൻ പ്രതികൂല സ്ഥാനങ്ങളിൽ വരാൻ സാധ്യതയുള്ളതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുക. ദൂരയാത്രകൾ മാറ്റിവെക്കുക. പ്രധാന രേഖകളിൽ ഒപ്പുവെക്കരുത്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. നീരാഞ്ജനം വഴിപാടായി കഴിക്കുന്നത് ശനിദോഷം കുറയ്ക്കും. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിൽ വിളക്ക് കൊളുത്തി ലക്ഷ്മി സ്തോത്രം ജപിക്കുകയോ ചെയ്യുക. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ പാൽപായസം, വെള്ളപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുന്നത് ഐശ്വര്യം നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കുളിച്ച് ശുദ്ധിയായി കനകധാര സ്തോത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ശുക്രൻ സ്ത്രീകാരകനായതിനാൽ വീട്ടിലെയും പുറത്തെയും സ്ത്രീകളോട് മാന്യമായി പെരുമാറുക. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നൽകുന്നത് ശുക്രബലം വർദ്ധിപ്പിക്കും. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ കൂവളത്തിലെ അർച്ചനയോ ജലധാരയോ നടത്തുന്നത് അഷ്ടമശനിയുടെ ദുരിതങ്ങൾ കുറച്ച് മനഃശാന്തി നൽകും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിത്യവും 108 തവണ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ മഹാമൃത്യുഞ്ജയ മന്ത്രമോ ജപിക്കുക. ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുൻപ് ഗണപതിയെ പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ നീങ്ങാൻ മാസത്തിലൊരിക്കൽ ഗണപതിക്ക് കറുകമാല ചാർത്തുകയോ അപ്പം നിവേദിക്കുകയോ ചെയ്യാം. ഡിസംബർ മാസം തണുപ്പ് കാലമായതിനാൽ പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളോ പുതപ്പോ ദാനം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. ഇത് ശനിയുടെ കാഠിന്യം കുറയ്ക്കും. പൂരം നക്ഷത്രക്കാർ പക്ഷികൾക്ക്, പ്രത്യേകിച്ച് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ 2025 ഡിസംബർ പൂരം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അവയെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാസമാണ്. ധൈര്യമുള്ളവന് മാത്രമേ ലോകം ജയിക്കാൻ കഴിയൂ എന്ന തത്വം ഓർമ്മിക്കുക. 11ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് വലിയൊരു രക്ഷാ കവചമാണ്. തൊഴിലിലും ബിസിനസ്സിലും സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറും. എന്നാൽ ആരോഗ്യത്തിലും സംസാരത്തിലും കുടുംബ ബന്ധങ്ങളിലും അല്പം കരുതൽ വേണം. അനാവശ്യമായി എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടും വിവേകത്തോടും കൂടി പെരുമാറിയാൽ 2025 എന്ന വർഷത്തെ സന്തോഷത്തോടെ യാത്രയാക്കാനും 2026 ആത്മവിശ്വാസത്തോടെ വരവേൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഡിസംബർ അവസാന വാരം നിങ്ങൾക്ക് അവിചാരിതമായ ഒരു സന്തോഷ വാർത്തയോ നേട്ടമോ ലഭിക്കാൻ സാധ്യതയുണ്ട്.